നിങ്ങൾ ആദ്യമായി ഓടിച്ച ഇരുചക്ര വാഹനം ഏതാണെന്ന് ഓർക്കുന്നുണ്ടോ? എനിക്ക് 10-11 വയസ്സുള്ളപ്പോഴാണ് ഞാനൊരു ടൂ വീലർ ഓടിക്കുന്നത്. അത് കൈനറ്റിക് ഹോണ്ടയായിരുന്നു. ഇപ്പോൾ പഴയ കൈനറ്റിക് ഹോണ്ട കൂടി കാണാൻ കിട്ടുന്നില്ല അല്ലേ? ഇന്ന് നമ്മൾക്ക് കൈനറ്റിക് ഹോണ്ടയുടെയും അതിലെ ഇന്ത്യൻ ഭാഗമായ കൈനറ്റിക്കിന്റെയും കഥ കേൾക്കാം. ഹലോ എവരിവൺ, ഐ എം രഞ്ജിത്ത് കൃഷ്ണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കൈനറ്റിക് എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് അഥവാ KEL എന്ന കമ്പനി സ്ഥാപിച്ചതോടെയാണ് കൈനറ്റിക് ഹോണ്ടയുടെ ഫൗണ്ടേഷൻ ആരംഭിച്ചത്. 1972 ഇന്ത്യയിലെ അറിയപ്പെടുന്ന ബിസിനസ്സുകാരനും വിഷണറിയുമായ HK ഫിറോഡിയ ഇത് ആരംഭിച്ചത്. അദ്ദേഹം മുമ്പ് ബജാജ് ടെമ്പോയിൽ ജോലി ചെയ്തിരുന്നു. അങ്ങനെ ഓട്ടോമൊബൈൽ വിപണിയെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ അദ്ദേഹം പഠിച്ചു. സാധാരണ ഇന്ത്യൻ ജനതയ്ക്ക് താങ്ങാവുന്ന വിലയിലും എളുപ്പത്തിലും യാത്ര ചെയ്യാൻ സഹായിക്കുന്ന വാഹനങ്ങൾ നിർമ്മിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. ഇന്ത്യൻ റോഡുകൾക്ക് അനുയോജ്യമായ വാഹനങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുക എന്നതിന്റെ പ്രാധാന്യം അദ്ദേഹം മനസ്സിലാക്കി. 1974 കൈനറ്റിക് അതിന്റെ ആദ്യ ഉൽപ്പന്നം പുറത്തിറക്കി. കൈനറ്റിക് ലൂണ, ഒരു ചെറിയ ഭാരം കുറഞ്ഞ മോപ്പഡ്. ലൂണ കാഴ്ചയിൽ ഒരു സൈക്കിൾ പോലെ തോന്നും, പക്ഷേ അതിനൊരു ചെറിയ എഞ്ചിൻ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അതിനെ എഞ്ചിനുള്ള സൈക്കിളാക്കി. ഇതിന്റെ വിലക്കുറവും ഇന്ധനക്ഷമതയും എല്ലാവരെയും ആകർഷിച്ചു. സ്കൂട്ടറോ ബൈക്കോ വാങ്ങാൻ സാമ്പത്തികമായി കഴിയാത്ത പലരും ലൂണ തിരഞ്ഞെടുത്തു. ചെറിയ പട്ടണങ്ങളിലും നഗരങ്ങളിലും ഗ്രാമങ്ങളിലും പോലും ഇത് പെട്ടെന്ന് വിജയിച്ചു. പബ്ലിക് ട്രാൻസ്പോർട്ട് ആശ്രയിക്കാതെ തന്നെ നിരവധി ഇന്ത്യക്കാരെ ജോലിക്കോ സ്കൂളിലേക്കോ മറ്റാവശ്യങ്ങൾക്കോ പോകാൻ ഇത് സഹായിച്ചു. മാത്രമല്ല USA, ബ്രസീൽ, അർജന്റീന തുടങ്ങിയ രാജ്യങ്ങളിലേക്കും ലൂണ കയറ്റുമതി ചെയ്തിരുന്നു. ഇത് കൈനറ്റിക്കിന് അന്താരാഷ്ട്ര അംഗീകാരവും ആദരവും നേടിക്കൊടുത്തു. ഈ വിജയത്തോടെ കൈനറ്റിക് എഞ്ചിനീയറിംഗിന് ആത്മവിശ്വാസം വർദ്ധിച്ചു. അങ്ങനെ അവർ ഇന്ത്യയിൽ കൂടുതൽ നൂതന വാഹനങ്ങൾ അവതരിപ്പിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. അപ്പോഴാണ് സ്കൂട്ടർ മേഖലയിലെ ആഗോള ലീഡറായ ഹോണ്ടയുമായി പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെടാൻ തീരുമാനിച്ചത്. 1984 മഹാരാഷ്ട്രയിലെ പൂനെയിൽ ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ഒരു പാർട്ട്ണർഷിപ്പ് കമ്പനിയായി കൈനറ്റിക് ഹോണ്ട ഒഫീഷ്യലി ലോഞ്ച് ചെയ്തു. ഫിറോഡിയ ഗ്രൂപ്പിന്റെ ഭാഗമായ കൈനറ്റിക് എഞ്ചിനീയറിംഗ് ലിമിറ്റഡിനെയും ജപ്പാനിലെ മുൻനിര ഇരുചക്ര വാഹന നിർമ്മാതാക്കളായ ഹോണ്ട മോട്ടോർ കമ്പനിയെയും ഇത് ഒന്നിപ്പിച്ചു. ഓഹരി ഉടമ്പടി പ്രകാരം ഹോണ്ട 50.92% ഓഹരികൾ സ്വന്തമാക്കി. ബാക്കി 49.08% കൈനറ്റിക് എഞ്ചിനീയറിംഗ് കൈവശം വെച്ചു. സ്ഥാപകനായ HK ഫിറോഡിയയുടെ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഫിറോഡിയ കുടുംബം ഉപയോഗിക്കുകയും പൂനെ പ്ലാന്റിന്റെ കഴിവുകൾ പരമാവധി പ്രയോജനപ്പെടുത്തുകയും ചെയ്തു. എഞ്ചിൻ രൂപകൽപ്പനയെക്കുറിച്ചുള്ള അറിവിനൊപ്പം ഹോണ്ട അവരുടെ ഗ്ലോബൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എക്സ്പെർട്ടീസും ഉപയോഗിച്ചു. ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന മാനുവൽ ഗിയർ സ്കൂട്ടർ മേഖലയിൽ ആദ്യമായി പ്രത്യേക 2 സ്ട്രോക്ക് എഞ്ചിൻ, കണ്ടിന്യൂസ്ലി വേരിയബിൾ ട്രാൻസ്മിഷൻ, അതിലുള്ള പരിജ്ഞാനം കൈമാറുന്നതിനാണ് ഹോണ്ട തങ്ങളുടെ പാർട്ട്ണർഷിപ്പ് കൊണ്ട് ഉദ്ദേശിച്ചത്. കൈനറ്റിക് എഞ്ചിനീയറിംഗിന്റെ പ്രധാന ഫാക്ടറിക്ക് തൊട്ടടുത്താണ് ജോയിന്റ് വെഞ്ചർ ആസ്ഥാനം സ്ഥാപിച്ചത്. ഇത് ഡിസൈൻ, ടെസ്റ്റിംഗ്, മാസ് പ്രൊഡക്ഷൻ ടീമുകൾക്ക് സുഗമമായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് എളുപ്പമാക്കി. ഇന്ത്യയിലെ ഇരുചക്ര വാഹന വിപണിയിൽ CVT ഗിയർലെസ് സ്കൂട്ടറുകൾക്ക് തുടക്കമിടുക എന്നതായിരുന്നു പ്രാഥമിക ലക്ഷ്യം. ഇലക്ട്രിക് സ്റ്റാർട്ട് സിസ്റ്റങ്ങൾക്കൊപ്പം ഇവയും മുമ്പ് ഇന്ത്യയിൽ അത്ര പ്രചാരത്തിലില്ലാതിരുന്ന സാങ്കേതിക വിദ്യകളായിരുന്നു. ഹോണ്ടയുടെ തന്നെ NH സീരീസ് പ്ലാറ്റ്ഫോമിൽ നിന്നെടുത്ത ഈ ഫീച്ചേഴ്സ് സ്മൂത്തായ ആക്സിലറേഷൻ നൽകുന്നതിനും വളരെ സിമ്പിളായ യൂസർ എക്സ്പീരിയൻസിനും വേണ്ടി ഇന്ത്യൻ റോഡ് കണ്ടീഷൻസിന് അനുയോജ്യമായി റീബിൽഡ് ചെയ്തു. ഈ ജോയിന്റ് വെഞ്ചർ കൊണ്ട് ലക്ഷ്യമിട്ടത് കുറഞ്ഞ മെയിൻ്റനൻസ് കോസ്റ്റും യൂസർ ഫ്രണ്ട്ലി ആയ വാഹനങ്ങൾക്ക് ആവശ്യക്കാരുള്ള സിറ്റി കസ്റ്റമേഴ്സിനെ ആയിരുന്നു. കൈനറ്റിക് ഹോണ്ടയെ വളരെ എളുപ്പത്തിൽ ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന വാഹനമായി അവർ മാർക്കറ്റ് ചെയ്തു. ഹോണ്ടയുടെ സാങ്കേതിക മികവും പ്രാദേശിക ഉൽപ്പാദനത്തെയും സംയോജിപ്പിച്ച് കോമ്പറ്റീറ്റീവ് പ്രൈസും ഹൈ സ്റ്റാൻഡേർഡുമുള്ള സ്കൂട്ടറുകൾ നിർമ്മിക്കാൻ സാധിച്ചു. അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന നഗരവിപണികൾ പിടിച്ചെടുക്കുന്നത് ലക്ഷ്യമിട്ടായിരുന്നു ഇവ രൂപകൽപ്പന ചെയ്തിരുന്നത്. കൈനറ്റിക്കിന്റെ നിലവിലുള്ള ഡീലർ ശൃംഖലയും സേവന അടിസ്ഥാന സൗകര്യങ്ങളും ഈ പങ്കാളിത്തം പ്രയോജനപ്പെടുത്തി. അതേസമയം ഡീലർഷിപ്പ് പാർട്ട്നേഴ്സിന് ഹോണ്ട വിപുലമായ സാങ്കേതിക പരിശീലനവും ബ്രാൻഡിംഗ് പിന്തുണയും നൽകി. താങ്ങാനാവുന്ന വിലയ്ക്ക് ഊന്നൽ നൽകുന്നതിനായി അറ്റകുറ്റപ്പണി ചെലവ് പ്രതിമാസം 21 മാത്രമാണെന്ന് പരസ്യങ്ങൾ വഴി അവർ ചൂണ്ടിക്കാട്ടി. ഇത് ടോട്ടൽ കോസ്റ്റ് ഓഫ് ഓണർഷിപ്പ് താങ്ങാനാവുന്നതാണെന്ന് എല്ലാവർക്കും ഒരു തോന്നലുണ്ടാക്കി. ഉൽപ്പന്നത്തിനപ്പുറം രാജ്യവ്യാപകമായി സ്ഥിരതയുള്ള ആഫ്റ്റർ സെയിൽസ് സർവീസ് സ്റ്റാൻഡേർഡ്സ് ഉറപ്പാക്കുന്നതിനായി സ്പെയർ പാർട്സ് ലോജിസ്റ്റിക്സിലും ഡീലർ വർക്ക്ഷോപ്പുകളിലും ജോയിന്റ് വെഞ്ചർ നിക്ഷേപം നടത്തി. 1984 CVTയും ഇലക്ട്രിക് സ്റ്റാർട്ടുമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഗിയർലെസ് 2 സ്ട്രോക്ക് സ്കൂട്ടറുകളായ DXും EXും ഒരേ സമയം അവതരിപ്പിച്ചതോടെയാണ് കൈനറ്റിക് ഹോണ്ടയുടെ വളർച്ചാഘട്ടം ആരംഭിച്ചത്. കൈനറ്റിക് DXൽ 98cc സിംഗിൾ സിലിണ്ടർ 2 സ്ട്രോക്ക് എഞ്ചിൻ ഉണ്ടായിരുന്നു. ഇത് 5600 RPMൽ 7.7 bhp പവർ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് സിറ്റി റൈഡിന് അനുയോജ്യമായ സ്മൂത്ത് ആക്സിലറേഷൻ നൽകുന്നു. ഡിഫറൻറ്റ് കസ്റ്റമർ പ്രിഫറൻസ് നിറവേറ്റുന്നതിനായി സിമ്പിളായ ഇൻഡിക്കേറ്റർ ബ്ലോക്കുകൾ, സ്ട്രീംലൈൻ ചെയ്ത പ്ലാസ്റ്റിക് ഫിനിഷ് തുടങ്ങിയ ചെറിയ എർഗോണോമിക് അപ്ഡേറ്റുകൾ EX വേരിയന്റ് ഓഫർ ചെയ്തു. ഒരു ദശാബ്ദക്കാലത്തെ തുടർച്ചയായ പരിഷ്കാരങ്ങൾക്ക് ശേഷം
1994 കൈനറ്റിക് ZX പുറത്തിറക്കി. അതേ 98cc പ്ലാറ്റ്ഫോമിൽ ഡുവൽ മിററുകൾ, ഒരു ഇന്റഗ്രേറ്റഡ് വിൻസ്ക്രീൻ, കൂടുതൽ വ്യക്തമായ ഷാസി ഗ്രാഫിക്സ് എന്നിവ ചേർത്തു. ZXന്റെ ചാരനിറത്തിലുള്ള പ്ലാസ്റ്റിക് ഫിനിഷും ശക്തിപ്പെടുത്തിയ ഫ്രെയിമും ഡ്യൂറബിലിറ്റി വർദ്ധിപ്പിച്ചു. സിറ്റി റൈഡിംഗിൽ സ്റ്റൈലും സബ്സ്റ്റൻസും തേടുന്ന റൈഡർമാരെയാണ് ഇത് ആകർഷിച്ചത്. 1995 99cc 2-സ്ട്രോക്ക് എഞ്ചിൻ, വീതിയേറിയ ഫ്രണ്ട് ഷീൽഡ്, ട്രൈറ്റോൺ ബോഡി പാനലുകൾ എന്നിവ ഉപയോഗിച്ച് കൈനറ്റിക് ഹോണ്ട മാർവൽ ലോഞ്ച് ചെയ്തു. മാർവലിന്റെ എഞ്ചിൻ 5500 RPMൽ 7.7 bhp പവർ ഉൽപ്പാദിപ്പിച്ചു. ഇതിന് സ്കൂട്ടർ ഓഫ് ദി ഇയർ ബഹുമതികൾ നേടിക്കൊടുത്തു. ഈ ഉൽപ്പന്ന വിജയം പ്രയോജനപ്പെടുത്തി 1990കളുടെ തുടക്കത്തിൽ കൈനറ്റിക് ഹോണ്ട USA, UK, തുർക്കി എന്നിവിടങ്ങളിലേക്ക് കയറ്റുമതി വികസിപ്പിച്ചു. അതിലൂടെ വിദേശത്തുള്ള പ്രവാസികളുടെ ആവശ്യകതയും പ്രത്യേക നഗര വിപണികളും പ്രയോജനപ്പെടുത്തി. DXന്റെ വിശ്വാസ്യതയും കുറഞ്ഞ അറ്റകുറ്റപ്പണിയും പ്രത്യേകിച്ച് വടക്കേ അമേരിക്കൻ സിറ്റി റൈഡേഴ്സിനെ ആകർഷിച്ചു. വിദേശത്ത് ചെറുതെങ്കിലും ഒരു ലോയൽ കസ്റ്റമർ ബേസ് സൃഷ്ടിച്ചു. 1990 ആയപ്പോഴേക്കും ഇന്ത്യയിലെ ഇരുചക്ര വാഹന വിൽപ്പനയുടെ ഏകദേശം 60% കൈനറ്റിക് സ്കൂട്ടറുകളായിരുന്നു. ബജാജിനും LMLനും പിറകിൽ കൈനറ്റിക് മികച്ച 3 കമ്പനികളിൽ ഒന്നായിരുന്നു. 1980കളുടെ അവസാനത്തിൽ ഡിസ്പോസബിൾ ഇൻകം ഉയരാൻ തുടങ്ങി. കൂടാതെ നഗരങ്ങളും വേഗത്തിൽ വളർന്നു. ഇത് ഏകദേശം 14% എന്ന ശക്തമായ വിപണി വളർച്ചാ നിരക്കിലേക്ക് നയിച്ചു. തൽഫലമായി കൈനറ്റിക്കിന് പൂനെയിലെ ഫാക്ടറിയിൽ ഉയർന്ന പ്രൊഡക്ഷൻ സ്റ്റാൻഡേർഡ് നിലനിർത്താൻ കഴിഞ്ഞു. മോട്ടോർ ഫൈനാൻസും CVTയുടെയും ഇലക്ട്രിക് സ്റ്റാർട്ടിന്റെയും സൗകര്യവും സ്ത്രീ റൈഡർമാർക്കിടയിൽ കൈനറ്റിക്കിന്റെ ആകർഷണം വർദ്ധിപ്പിച്ചു. 1990കളുടെ മധ്യത്തിൽ ഹീറോ ഹോണ്ടയിൽ നിന്നും TVSൽ നിന്നുമുള്ള മത്സരം കൂടുതൽ ശക്തമായി. ഇതൊക്കെയാണെങ്കിലും കൈനറ്റിക്കിന്റെ ശക്തമായ സാങ്കേതിക വിദ്യയും വിശാലമായ വിതരണ ശൃംഖലയും അതിനെ ലാഭകരമായി നിലനിർത്തി. 1998 തന്ത്രപരമായ തർക്കങ്ങൾ ഉയർന്നു വരുന്നതുവരെ ഇത് തുടർന്നു. കയറ്റുമതിയിലും പ്രാദേശിക വിപണിയിലും കൈനറ്റിക് ഹോണ്ട നേടിയ വിജയം ഇന്ത്യയിലുടനീളമുള്ള ഭാവി ഓട്ടോമാറ്റിക് സ്കൂട്ടർ ഡിസൈനുകൾക്ക് ഒരു മാനദണ്ഡം സൃഷ്ടിച്ചു. കൈനറ്റിക് ഹോണ്ട 2ാം ദശകത്തിലേക്ക് കടക്കുമ്പോൾ പുതിയ മോഡൽ പുറത്തിറക്കലിനെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടുതൽ ഗുരുതരമായി. നിരവധി പുതിയ മോഡലുകൾ ഉപയോഗിച്ച് വേഗത്തിൽ വൈവിധ്യവൽക്കരിക്കാൻ ഫിറോഡിയ ആഗ്രഹിച്ചു. മറുവശത്ത് പരീക്ഷിച്ചതും തെളിയിക്കപ്പെട്ടതുമായ സാങ്കേതിക വിദ്യയെ അടിസ്ഥാനമാക്കിയുള്ള വേഗത കുറഞ്ഞ സമീപനമാണ് ഹോണ്ട തിരഞ്ഞെടുത്തത്. പരസ്യ ചെലവുകളുടെ കാര്യത്തിൽ പാർട്ട്നേഴ്സിന് യോജിക്കാൻ കഴിയില്ലെന്ന് ഫിറോഡിയ പരസ്യമായി സമ്മതിച്ചു. ഉയർന്ന സ്വാധീനമുള്ള ടെലിവിഷൻ ക്യാമ്പയിനുകൾക്ക് ഇത് പ്രത്യേകിച്ചും സത്യമായിരുന്നു. ഡീലർ ബോണസ് പ്രോഗ്രാമുകൾ എങ്ങനെ രൂപപ്പെടുത്താമെന്നതിനെക്കുറിച്ചും അവർ വിയോജിച്ചു. വളർച്ച മന്ദഗതിയിലാക്കാനും ലാഭക്ഷമത കുറയ്ക്കാനും ഈ പ്രശ്നങ്ങളെയാണ് ഇരുപക്ഷവും കുറ്റപ്പെടുത്തിയത്. ഈ തർക്കങ്ങൾ ബോർഡ് തലത്തിലുള്ള പ്രതിസന്ധികളിലേക്ക് വളർന്നു. തൽഫലമായി ZX മാർവൽ സ്കൂട്ടറുകൾ പോലുള്ള നിർണായക ലോഞ്ചുകൾ വൈകി. ഇത് സംരംഭത്തിന്റെ തന്ത്രപരമായ ദിശയിലുള്ള ഡീലർമാരുടെ ആത്മവിശ്വാസത്തെയും ബാധിച്ചു. 1997 അവസാനത്തോടെ കൈനറ്റിക് ഹോണ്ട 6 കോടി ക്വാർട്ടർലി ലോസ് റിപ്പോർട്ട് ചെയ്തു. ഇതിനെ തുടർന്ന് ഹോണ്ട സംയുക്ത സംരംഭത്തിൽ നിന്ന് പുറത്തു കടക്കാൻ അവരുടെ 51% ഓഹരികൾ ഫിറോഡിയസിന് തിരികെ വിളിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. തന്ത്രപരമായ വിള്ളൽ എത്രത്തോളം ആഴമേറിയതും പരിഹരിക്കാനാവാത്തതുമാണെന്ന് ഈ നീക്കം കാണിച്ചു തന്നു. അതേസമയം വിശാലമായ ഇരുചക്ര വാഹന വിപണി കടുത്ത മത്സരക്ഷമതയുള്ളതായി മാറുകയായിരുന്നു. 1999 2000 ആയപ്പോഴേക്കും മോട്ടോർ സൈക്കിൾ വിഭാഗത്തിന്റെ 40%-ലധികം ഹീറോ ഹോണ്ട നിയന്ത്രിച്ചു. ബജാജ് ഓട്ടോയും TVS സുസുക്കിയും ചേർന്ന് അതിവേഗം വളരുന്ന മിഡ് സെഗ്മെന്റിന്റെ 40%-ലധികം കൈവശം വെച്ചു. ഈ മത്സരം കൈനറ്റിക് ഹോണ്ടയുടെ വിപണി വിഹിതം ഒറ്റ അക്കത്തിലേക്ക് താഴ്ത്തി. സ്കൂട്ടർ വിഭാഗത്തിൽ സ്ത്രീകൾക്കായി രൂപകൽപ്പന ചെയ്ത സ്കൂട്ടി TVS പുറത്തിറക്കി. ഇത് പെട്ടെന്ന് തന്നെ നിരവധി നഗരപ്രദേശങ്ങളിലുള്ള വിമൻ കസ്റ്റമേഴ്സിനെ ആകർഷിച്ചു. അതിന്റെ ഫലമായി കൈനറ്റിക് ഹോണ്ടയുടെ വിൽപ്പനയിൽ ഗണ്യമായ ഇടിവ് രേഖപ്പെടുത്തി. 1995 ബജാജ് 4-സ്ട്രോക്ക് KB4S പുറത്തിറക്കി. ചില സെഗ്മെന്റുകളിൽ ഇത് ഹീറോ ഹോണ്ടയെ താൽക്കാലികമായെങ്കിലും ബജാജ് മറികടന്നു. കൂടുതൽ നൂതനവും ഇന്ധനക്ഷമതയുള്ളതുമായ എഞ്ചിനുകൾക്കായുള്ള വർദ്ധിച്ചു വരുന്ന ഉപഭോക്തൃ മുൻഗണനയെ ഈ മാറ്റം എടുത്തു കാണിച്ചു. എന്നാൽ ഈ മാറ്റത്തോട് കൈനറ്റിക് ഹോണ്ട അതുവരെ ഫലപ്രദമായി പ്രതികരിച്ചിരുന്നില്ല. ബജാജും ഹീറോ ഹോണ്ടയും അഗ്രസീവ് പ്രൈസിംഗ് ടാക്ടിക്സ് ഉപയോഗിച്ചു. ഇത് വ്യവസായത്തിലുടനീളമുള്ള ലാഭവിഹിതം ചുരുങ്ങാൻ കാരണമായി. തൽഫലമായി കൈനറ്റിക് ഹോണ്ടയുടെ കോസ്റ്റ് സ്ട്രക്ചർ നിലനിർത്താൻ കൂടുതൽ ബുദ്ധിമുട്ടായി. കാര്യമായ സ്കെയിലോ പുതിയ ഉൽപ്പന്ന നിക്ഷേപങ്ങളോ ഇല്ലാതെ അത് കൂടുതൽ സുസ്ഥിരമല്ലാതായി. കൈനറ്റിക് ഹോണ്ടയ്ക്ക് ബാഹ്യശക്തികളിൽ നിന്നുള്ള വെല്ലുവിളികൾ നേരിടേണ്ടി വന്നതിനൊപ്പം അത് മാനേജ്മെന്റിനുള്ളിലെ പ്രശ്നങ്ങളുമായി പൊരുതാനും നിർബന്ധിതരായി. അതേസമയം വിപണി വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. മത്സരക്ഷമത നിലനിർത്തുന്നതിന് അവരുടെ സാങ്കേതിക വിദ്യ നിരന്തരം അപ്ഡേറ്റ് ചെയ്യുകയും മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ പൊരുത്തപ്പെടുത്തുകയും ചെയ്യേണ്ടി വന്നു. 1998 ഓഗസ്റ്റിൽ ബിസിനസ് ഇന്ത്യയാണ് ആദ്യമായി ഇന്ത്യയിലെ ഏറ്റവും വിജയകരമായ ഓട്ടോമോട്ടീവ് സഖ്യങ്ങളിൽ ഒന്നായിരുന്ന കൈനറ്റിക് ആൻഡ് ഹോണ്ടയിൽ വിള്ളലുകൾ റിപ്പോർട്ട് ചെയ്തത്. ഹോണ്ടയും ഫിറോഡിയ കുടുംബവും തുടക്കത്തിൽ വേർപിരിയലിനെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ തള്ളിക്കളഞ്ഞു. അവരുടെ പങ്കാളിത്തത്തിന്റെ ശക്തി പരസ്യമായി സ്ഥിരീകരിക്കുകയും ചെയ്തു. തിരശീലയ്ക്ക് പിന്നിൽ വ്യത്യസ്തമായ തന്ത്രപരമായ മുൻഗണനകൾ കാരണം
പിരിമുറുക്കങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരുന്നു. പ്രോഡക്റ്റ് പ്ലാനിംഗിൽ ഹോണ്ട കൂടുതൽ പങ്കാളിത്തം ആഗ്രഹിച്ചു. അതേസമയം പ്രാദേശികമായി പൊരുത്തപ്പെടുന്നതിന് കൂടുതൽ അഗ്രസീവ് സമീപനത്തിനായി ഫിറോഡിയാസ് സമ്മർദ്ദം ചെലുത്തി. പുതിയ മോഡലുകളുടെ ലോഞ്ച്, പരസ്യച്ചെലവ്, മൊത്തത്തിലുള്ള മാർക്കറ്റിംഗ് തന്ത്രം തുടങ്ങിയ വിഷയങ്ങളിൽ ഗുരുതരമായ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് അരുൺ ഫിറോഡിയ പിന്നീട് സമ്മതിച്ചു. ഈ തർക്കങ്ങൾ വളർച്ചയെ മുരടിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് അദ്ദേഹം സമ്മതിച്ചു. മാർക്കറ്റിംഗ് തന്ത്രങ്ങളും പരസ്യ ബജറ്റുകളും തുടർച്ചയായ വെല്ലുവിളികളായി മാറി. ബ്രാൻഡ് നിർമ്മാണത്തിൽ നിക്ഷേപം കുറവാണെന്ന് ഓരോ പാർട്ട്നേഴ്സും പരസ്പരം കുറ്റപ്പെടുത്തി. ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ രൂക്ഷമായതോടെ കൈനറ്റിക് ഹോണ്ടയുടെ പുതിയ മോഡൽ ലോഞ്ചുകൾ മന്ദഗതിയിലായി. ലാഭക്ഷമത സമ്മർദ്ദത്തിലായി. പരസ്പര വിശ്വാസം ഇല്ലാതായി. കൈനറ്റിക്സിലെ ഓഹരികൾ പൂർണ്ണമായും വാങ്ങാൻ ഹോണ്ട ആലോചിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചു. നിരാശ അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തിയതിനെ തുടർന്നാണിത്. എന്നിരുന്നാലും മൂല്യനിർണ്ണയ വിഷയത്തിൽ, അതായത് വാല്യുവേഷൻ ചർച്ചകൾ പരാജയപ്പെട്ടു. ഒടുവിൽ കൈനറ്റിക് ഹോണ്ട മോട്ടോഴ്സ് ലിമിറ്റഡിലെ തങ്ങളുടെ മുഴുവൻ 50.92% ഓഹരികളും ഫിറോഡിയ കുടുംബത്തിന് വിൽക്കാൻ സമ്മതിച്ചുകൊണ്ട് 1998 സെപ്റ്റംബർ 1 ഹോണ്ട ഔദ്യോഗികമായി പിന്മാറ്റം പ്രഖ്യാപിച്ചു. കരാർ പ്രകാരം 45 എന്ന നിരക്കിൽ ഓഹരികൾക്ക് വിറ്റതിലൂടെ ഹോണ്ടയ്ക്ക് 34.74 കോടി രൂപ ലഭിച്ചു. മാസങ്ങൾ നീണ്ട ഊഹാപോഹങ്ങൾക്കും കൈനറ്റിക് എഞ്ചിനീയറിംഗിന്റെ ഓഹരി വിലയിലുണ്ടായ ശ്രദ്ധേയമായ ഇടിവിനും ശേഷമാണ് ഇടപാട് നടന്നത്. വിൽപ്പന അവസാനിപ്പിക്കുന്നതിന് കമ്പനികളുടെ രജിസ്ട്രാറിൽ നിന്നും മറ്റ് അധികാരികളിൽ നിന്നും നിയന്ത്രണ അനുമതികൾ ആവശ്യമായിരുന്നു. അവ കാര്യമായ കാലതാമസമില്ലാതെ ലഭിച്ചു. കൈമാറ്റം പൂർത്തിയായതോടെ കൈനറ്റിക് എഞ്ചിനീയറിംഗ് കൈനറ്റിക് ഹോണ്ട മോട്ടോഴ്സ് ലിമിറ്റഡിന്റെ പൂർണ്ണമായ പ്രവർത്തന നിയന്ത്രണം നേടി. 14 വർഷത്തെ സംയുക്ത സംരംഭത്തിന് അന്ത്യം കുറിച്ചു. 1998 ഹോണ്ടയുമായുള്ള സംയുക്ത സംരംഭം പിരിച്ചുവിട്ടതിനെ തുടർന്ന് കൈനറ്റിക് ഹോണ്ട മോട്ടോർ ലിമിറ്റഡ് കൈനറ്റിക് മോട്ടോർ കമ്പനി ലിമിറ്റഡ് എന്ന് റീനെയിം ചെയ്യപ്പെട്ടു. ഫിറോഡിയ കുടുംബത്തിന്റെ നേതൃത്വത്തിൽ KMCL അതിന്റെ ഉൽപ്പന്ന നിരയെ പുനരുജ്ജീവിപ്പിക്കാനും കോമ്പറ്റീറ്റീവ് ഇന്ത്യൻ ടൂ വീലർ മാർക്കറ്റിൽ പ്രസൻസ് നിലനിർത്താനും ശ്രമിച്ചു. 2005 KMCL 113.1 cc 4-സ്ട്രോക്ക് എഞ്ചിൻ ഘടിപ്പിച്ച ഗിയർലെസ് സ്കൂട്ടറായ കൈനറ്റിക് 4S പുറത്തിറക്കി. ഇന്ധനക്ഷമത മെച്ചപ്പെടുത്തുന്നതിലും പുതിയ എമിഷൻ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മുൻ 2-സ്ട്രോക്ക് എഞ്ചിനുകളിൽ നിന്ന് ഈ മോഡൽ ഒരു പ്രധാന മാറ്റമായിരുന്നു. നഗരപ്രദേശങ്ങളിലെ യാത്രക്കാർക്ക് സൗകര്യവും വിശ്വാസ്യതയും തേടുന്ന ഇലക്ട്രിക് സ്റ്റാർട്ട്, ടെലിസ്കോപ്പിക് സസ്പെൻഷൻ, മെറ്റൽ ബോഡി തുടങ്ങിയ ആധുനിക സൗകര്യങ്ങൾ ഈ ശ്രമങ്ങൾക്കിടയിലും KMCL വർദ്ധിച്ചു വരുന്ന വെല്ലുവിളികളെ അഭിമുഖീകരിച്ചു. ഹീറോ ഹോണ്ട, ബജാജ് തുടങ്ങിയ പ്രമുഖ കമ്പനികൾ സാങ്കേതികമായി പുരോഗമിച്ചതും ഇന്ധനക്ഷമതയുള്ളതുമായ മോഡലുകൾ അവതരിപ്പിച്ചതോടെ ഇന്ത്യൻ ഇരുചക്ര വാഹന വിപണി കൂടുതൽ മത്സരാധിഷ്ഠിതമായി മാറുകയായിരുന്നു. KMCLന്റെ ലിമിറ്റഡ് R&D ഇൻവെസ്റ്റ്മെന്റും താരതമ്യേന ചെറിയ ഉൽപ്പന്ന ശ്രേണിയും ഈ എതിരാളികളുമായി പൊരുത്തപ്പെടുന്നതിന് ബുദ്ധിമുട്ടാക്കി. കൂടാതെ കമ്പനിയുടെ സാമ്പത്തിക പ്രകടനത്തിൽ ഈ ബുദ്ധിമുട്ടുകൾ പ്രതിഫലിച്ചു. വരുമാനം കുറയുകയും നഷ്ടങ്ങൾ വർദ്ധിക്കുകയും ചെയ്തു. ഈ വെല്ലുവിളികൾക്ക് മറുപടിയായി KMCL തന്ത്രപരമായ പങ്കാളിത്തങ്ങളും വൈവിധ്യവൽക്കരണവും പര്യവേഷണം ചെയ്തു. ഇറ്റാൽജെറ്റ് മോട്ടോ, SYM മോട്ടോഴ്സ് തുടങ്ങിയ ഇന്റർനാഷണൽ ബ്രാൻഡുകളുമായി കമ്പനി സഹകരിച്ച് പ്രവർത്തിച്ചു. ഉൽപ്പന്ന വാഗ്ദാനങ്ങൾ വിപുലീകരിക്കുന്നതിനും പുതിയ വിപണികളിൽ പ്രവേശിക്കുന്നതിനും ഇത് സഹായിച്ചു. എന്നിരുന്നാലും കമ്പനിയുടെ ഭാഗ്യം തിരിച്ചുപിടിക്കാൻ ഈ സംരംഭങ്ങൾ പര്യാപ്തമായിരുന്നില്ല. 2008 ആയപ്പോഴേക്കും കൂടുതൽ ശക്തമായ ഒരു തന്ത്രത്തിന്റെ ആവശ്യകത തിരിച്ചറിഞ്ഞ KMCL ആ വർഷം ജൂലൈയിൽ പ്രമുഖ ഇന്ത്യൻ ഓട്ടോമോട്ടീവ് നിർമ്മാതാക്കളായ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര കൈനറ്റിക് മോട്ടോർ കമ്പനി ലിമിറ്റഡിന്റെ ബിസിനസ് ആസ്തികൾ 110 കോടിക്ക് ഏറ്റെടുത്തു. ഈ അക്വിസിഷൻ മഹീന്ദ്ര കൈനറ്റിക് സ്കൂട്ടേഴ്സ് ആൻഡ് മോട്ടോർ സൈക്കിൾസ് ലിമിറ്റഡ് എന്ന പുതിയ സ്ഥാപനത്തിന്റെ രൂപീകരണത്തിലേക്ക് നയിച്ചു. ഇതിൽ M&M, അതായത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര 80% ഓഹരികൾ കൈവശം വയ്ക്കുകയും ബാക്കി 20% കൈനറ്റിക് നിലനിർത്തുകയും ചെയ്തു. ഇത് ഓട്ടോമോട്ടീവ് സിസ്റ്റങ്ങളിലും കമ്പോണൻസിലുമുള്ള അതിന്റെ പ്രധാന കഴിവുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കൈനറ്റിക്കിനെ അനുവദിച്ചു. തങ്ങളുടെ ഓട്ടോമോട്ടീവ് പോർട്ട്ഫോളിയോ വൈവിധ്യവൽക്കരിക്കുന്നതിനാണ് M&M ഈ നീക്കം നടത്തിയത്. ഇന്ത്യയിൽ ശക്തമായ വളർച്ച കാണുന്ന ഇരുചക്ര വാഹന വിഭാഗത്തിലേക്കും പ്രവേശിക്കാൻ കമ്പനി ആഗ്രഹിച്ചു. KMCLന്റെ ആസ്തികൾ സ്വന്തമാക്കുന്നതിലൂടെ M&M എസ്റ്റാബ്ലിഷ്ഡ് ആയ നിർമ്മാണ സൗകര്യങ്ങൾ, ഒരു ഡീലർ ശൃംഖല, വിവിധ ഉൽപ്പന്നങ്ങൾ എന്നിവയിലേക്ക് ആക്സസ് നേടി. ഈ അക്വിസിഷൻ M&Mന് ഒരു മികച്ച നീക്കമായി കാണപ്പെട്ടു. ഇത് കമ്പനിക്ക് വൈവിധ്യമാർന്ന സ്കൂട്ടറുകളും മോട്ടോർ സൈക്കിളുകളും നിർമ്മിക്കാനും വിൽക്കാനുമുള്ള അവസരം നൽകി. രാജ്യത്തും ലോകമെമ്പാടുമുള്ള ഉപഭോക്താക്കളെ ലക്ഷ്യമിട്ടായിരുന്നു ഈ ഉൽപ്പന്നങ്ങൾ. ഇന്ത്യൻ ഉപഭോക്താക്കളുടെ മാറിക്കൊണ്ടിരിക്കുന്ന മുൻഗണനകൾ നിറവേറ്റാൻ കമ്പനി ആഗ്രഹിച്ചു. ഇതിൽ ചെറുപ്പക്കാരും കൂടുതൽ സമ്പന്നരുമായ കസ്റ്റമർ ബേസും ഉൾപ്പെടുന്നു. കൂടാതെ ടയർ 2 നഗരങ്ങളിലും ചെറിയ പട്ടണങ്ങളിലും ആവശ്യകത വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഇരുചക്ര വാഹന വിപണിയിൽ സാന്നിധ്യം ഉറപ്പിക്കാൻ മഹീന്ദ്ര ശ്രമിച്ചിട്ടും MTWL കാര്യമായ വെല്ലുവിളികൾ നേരിട്ടു. വിപണി വിഹിതം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെ സെഞ്ചൂറോ മോട്ടോർ സൈക്കിൾ, ഗസ്തോ സ്കൂട്ടർ എന്നിവയുൾപ്പെടെ നിരവധി മോഡലുകൾ കമ്പനി അവതരിപ്പിച്ചു. എന്നിരുന്നാലും ഹീറോ മോട്ടോ കോർപ്പ്, ഹോണ്ട തുടങ്ങിയ കമ്പനികളുമായി മത്സരിക്കാൻ
ഈ പ്രൊഡക്റ്റുകൾക്ക് കഴിഞ്ഞില്ല. ഇത് വിൽപ്പന പ്രകടനത്തെ മോശമാക്കി. 2020 സാമ്പത്തിക വർഷത്തിൽ മഹീന്ദ്രയുടെ ഇരുചക്ര വാഹന വിൽപ്പന 72.31% ഇടിഞ്ഞു. 1038 യൂണിറ്റുകൾ മാത്രമാണ് വിറ്റഴിച്ചത്. ഇത് ഈ വിഭാഗത്തിൽ ബ്രാൻഡിന്റെ സാന്നിധ്യം കുറയുന്നതിന്റെ പ്രതിഫലനമാണ്. തൽഫലമായി ജാവ പോലുള്ള ബ്രാൻഡുകളെ കൈകാര്യം ചെയ്യുന്ന ഉപസ്ഥാപനമായ ക്ലാസിക് ലെജൻസിലൂടെ മഹീന്ദ്ര പ്രീമിയം മോട്ടോർ സൈക്കിൾ വിഭാഗങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. 2014 ഫിറോഡിയ കുടുംബം അവരുടെ ശേഷിച്ച 20% ഓഹരികൾ വിറ്റു. ഇതോടെ പെട്രോൾ സ്കൂട്ടർ മോട്ടോർ സൈക്കിൾ ബിസിനസ്സിൽ നിന്ന് കൈനറ്റിക് ബ്രാൻഡിന്റെ അന്തിമ പുറത്തുകടക്കൽ അടയാളപ്പെടുത്തി. പെട്രോൾ വാഹന മേഖലയിൽ നിന്ന് പഴയ കൈനറ്റിക് അപ്രത്യക്ഷമായെങ്കിലും ഫിറോഡിയ കുടുംബം ശക്തമായ തിരിച്ചുവരവ് നടത്തി. 2015 HK ഫിറോഡിയയുടെ മകൾ സുലജ ഫിറോഡിയ മോട്ട്വാനി ഒരു പുതിയ കമ്പനി ആരംഭിച്ചു. കൈനറ്റിക് ഗ്രീൻ എനർജി ആൻഡ് പവർ സൊല്യൂഷൻസ് ലിമിറ്റഡ്. ഈ പുതിയ കമ്പനി ക്ലീനും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതിക്ക് നല്ലതുമായ ഇലക്ട്രിക് വാഹനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഫെയിം ഇന്ത്യ പോലുള്ള സബ്സിഡികൾ വഴിയും പ്രോഗ്രാം വഴിയും ഇന്ത്യൻ സർക്കാർ ഇലക്ട്രിക് വാഹനങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. ഇലക്ട്രിക് മുച്ചക്ര വാഹനങ്ങൾ നിർമ്മിച്ചുകൊണ്ടാണ് കൈനറ്റിക് ഗ്രീൻ ആരംഭിച്ചത്. അതിൽ കൈനറ്റിക് സഫർ, അതായത് ആളുകളെ വഹിക്കുന്നതിനുള്ള ഒരു ഓട്ടോറിക്ഷ, കൈനറ്റിക് സഫർ ശക്തി, ഒരു കാർഗോ ഇലക്ട്രിക് ലോഡർ, സിറ്റി ട്രാവൽ, ലാസ്റ്റ് മൈൽ ഡെലിവറി, ചെറുകിട ബിസിനസ്സുകൾ എന്നിവയ്ക്ക് ഈ വാഹനങ്ങൾ അനുയോജ്യമായിരുന്നു. ഓടിക്കാൻ എളുപ്പവും പരിപാലിക്കാൻ വില കുറഞ്ഞതും മലിനീകരണരഹിതവുമായിരുന്നു അവ. കൈനറ്റിക് ഗ്രീൻ വളരെ പെട്ടെന്ന് തന്നെ രാജ്യത്തെ മുൻനിര ബ്രാൻഡുകളിൽ ഒന്നായി മാറി. ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും മറ്റ് രാജ്യങ്ങളിലേക്കും വാഹനങ്ങൾ കയറ്റുമതി ചെയ്യാൻ തുടങ്ങി. 2020 ആയപ്പോഴേക്കും കൈനറ്റിക് ഗ്രീൻ 30,000-ലധികം ഇലക്ട്രിക് 3 വീലറുകൾ വിറ്റഴിച്ചു. കമ്പനി ഫാക്ടറി വികസിപ്പിക്കുകയും ഇലക്ട്രിക് ഗോൾഫ് കാർട്ടുകളും ചെറിയ വാണിജ്യ വാഹനങ്ങളും നിർമ്മിക്കാൻ തുടങ്ങുകയും ചെയ്തു. 2024 കൈനറ്റിക് ഇന്ത്യൻ ഗതാഗത ചരിത്രത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട പേരുകളിലൊന്നായ ലൂണയെ തിരിച്ചു കൊണ്ടുവന്നു. 1970കളിലും 80കളിലും യഥാർത്ഥ ലൂണ താങ്ങാനാവുന്ന വിലയ്ക്ക് ലഭിക്കുന്ന മൊബിലിറ്റിയുടെ പ്രതീകമായിരുന്നു. കൈനറ്റിക് ഇപ്പോൾ അതിനെ ഈ ലൂണ എന്ന പേരിൽ ഒരു ഇലക്ട്രിക് വാഹനമായി വീണ്ടും അവതരിപ്പിച്ചു. താങ്ങാനാവുന്ന വില, പ്രായോഗികത, കരുത്ത് എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് ഈ ലൂണ പുറത്തിറക്കിയത്. ഡെലിവറി തൊഴിലാളികൾക്കും ചെറുകിട ബിസിനസ്സുകൾക്കും ഗ്രാമപ്രദേശങ്ങളിലെ ആളുകൾക്കും ഇത് പ്രത്യേകിച്ചും ഉപയോഗപ്രദമായിരുന്നു. ഈ ലൂണയുടെ പ്രധാന സവിശേഷതകളായി പറയാൻ കഴിയുന്നത് 2.0 kWh ലിഥിയം അയൺ ബാറ്ററിയും ഒരു ചാർജിൽ 110 കിലോമീറ്റർ മൈലേജ്, പരമാവധി വേഗത മണിക്കൂറിൽ 50 തൊട്ട് 52 കിലോമീറ്റർ വരെ, ചാർജിംഗ് സമയം 4 മണിക്കൂർ, റീപ്ലേസബിൾ ബാറ്ററി, USB ചാർജിംഗ് പോർട്ട്, കാർഗോയ്ക്കുള്ള സ്റ്റീൽ ഫ്രെയിം, വീതിയുള്ള ഫുട്ബോർഡ് തുടങ്ങിയവയായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വില കുറഞ്ഞ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളിൽ ഒന്നായി ഈ ലൂണയുടെ വില 69,990 ആയിരുന്നു. അതിന്റെ രൂപകൽപ്പന, കരുത്ത്, ലാളിത്യം എന്നിവയ്ക്ക് നല്ല പ്രതികരണങ്ങൾ ലഭിച്ചു. അത് പലരെയും പഴയ ലൂണയെ ഓർമ്മിപ്പിക്കുകയും ഇന്ത്യയുടെ ഇലക്ട്രിക് വാഹന ഭാവിയുടെ പ്രതീകമായി കാണപ്പെടുകയും ചെയ്തു. പിന്നീട് 2024 ഒരു ചാർജിൽ 250 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു ദീർഘദൂര ഈ ലൂണയും കൈനറ്റിക് പ്രഖ്യാപിച്ചു. കൂടുതൽ ശ്രേണി ആവശ്യമുള്ള കൊറിയറുകൾ, ഡെലിവറി കമ്പനികൾ തുടങ്ങിയ വാണിജ്യ ഉപയോക്താക്കളെ ലക്ഷ്യമിട്ടായിരുന്നു ഇത്. കൈനറ്റിക് ഗ്രീനിന് ഭാവിയിലേക്ക് വലിയ പദ്ധതികളുണ്ട്. തങ്ങളുടെ ഇലക്ട്രിക് വാഹന ബിസിനസ് വളർത്തുന്നതിനായി 100 കോടി രൂപയിലധികം നിക്ഷേപിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. അതിന്റെ ലക്ഷ്യങ്ങളിൽ ചിലത് ഇന്ത്യയിലുടനീളം 1000-ലധികം ഡീലർഷിപ്പുകൾ തുറക്കുക, ഒരു ബാറ്ററി സ്വാപ്പിംഗ് നെറ്റ്വർക്ക് സൃഷ്ടിക്കുക, ഗ്രാമപ്രദേശങ്ങളിൽ സർവീസ് സെന്ററുകൾ സ്ഥാപിക്കുക, ബൈക്കുകളും ലോഡറുകളും ഉൾപ്പെടെ കൂടുതൽ മോഡലുകൾ പുറത്തിറക്കുക, സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ചാർജിംഗ് സ്റ്റേഷനുകൾ വാഗ്ദാനം ചെയ്യുക, ഏഷ്യ, ആഫ്രിക്ക, ദക്ഷിണ അമേരിക്ക എന്നിവിടങ്ങളിലേക്കുള്ള കയറ്റുമതി വികസിപ്പിക്കൽ. കൂടെ വരും വർഷങ്ങളിൽ കമ്പനി 1200 കോടി രൂപയിലധികം വരുമാനം നേടാനും ലക്ഷ്യമിടുന്നു. പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിച്ചും ഉപഭോക്തൃ സംതൃപ്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചും ശക്തമായ ഒരു ടീമിനെ കെട്ടിപ്പടുക്കുകയാണ് ഇത്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇലക്ട്രിക് വാഹന കമ്പനികളിൽ ഒന്നായി മാറാനുള്ള ശ്രമത്തിലാണ് കൈനറ്റിക് ഗ്രീൻ. നിങ്ങൾക്ക് കൈനറ്റിക്കിന്റെയും പിന്നീട് ഹോണ്ടയുമായി ചേർന്നുള്ള വാഹന രംഗത്തെ വിപ്ലവങ്ങളുടെ കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അതിനാൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യണം. പിന്നെ ഇതുപോലുള്ള വീഡിയോസ് കാണുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്തുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.